ബിഗ് ബോസിന്റെ താല്പര്യപ്രകാരം ആ തീരുമാനപ്രകാരം എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. താല്പര്യവും തീരുമാനം രണ്ടും വാക്കുകളാണുള്ളത്. തീരുമാനപ്രകാരം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മൾ ഹൗസിനുള്ളിൽ അനൗൺസ് ചെയ്തത് അങ്ങനെയാണ്. നമ്മുടെ രണ്ടുപേരും പോകുന്നത് ഒരുമിച്ചാണ് അനൗൺസ് ചെയ്തത്. സിബിനും പൂജയും, നമ്മൾ രണ്ടുപേരല്ല, ഞാനും എൻ്റെ സുഹൃത്ത് പൂജയും ഷോ ഇട്ടിറങ്ങുന്നത് ഒരുമിച്ചാണ് അനൗൺസ് ചെയ്തത്. അതായത് സിബിനും പൂജയും ആരോഗ്യ കാരണങ്ങളാൽ ഈ വീട്ടിൽ നിന്ന് എന്നേക്ക് വിട പറയുന്നു എന്നാണ് പറഞ്ഞത്. അത് തന്നെയാണ് സംഭവിച്ചത്. ഇപ്പൊ ഡോക്ടറിന്റെ ഫൈനൽ ഒരു കൺസൾട്ടേഷന് ശേഷം അദ്ദേഹം പറഞ്ഞു എന്നോട് ഇനി ഷിബിന് ഷോയിൽ തുടരാൻ പറ്റില്ല. അങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞത്. ഷിബിന് ഒരു 1 വീക്ക് ബ്രേക്ക് എടുക്കുക, വീട്ടിൽ പോയി ഫാമിലിയായിട്ട് ഫ്രണ്ട്സുമായിട്ട് സ്പെൻഡ് ചെയ്യുക, ദെൻ കോൺടാക്ട് ദ ടീം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ കോൺവെർസേഷൻ അവസാനിക്കുന്നത്. പിന്നെ ഞാൻ അറിയുന്നു ക്രിയേറ്റീവ് ടീം എന്നോട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു. അങ്ങനെയാണ് ഞാൻ പുറത്തേക്ക് വന്നിരുന്നത്. എനിക്ക് തിരിച്ച് വീട്ടിനുള്ളിൽ വരണം എന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. നടന്നില്ല. ഓക്കെ. അപ്പോ എന്താ പറയാ, ഈ പുറത്തു പോകണമെന്നും എന്താ പറയാ സിബിൻ നിർബന്ധം പിടിച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു എപ്പിസോഡിലൊക്കെ? മാനസികമായി ഭയങ്കരമായി ബുദ്ധിമുട്ടുണ്ടായി. നമ്മുടെ മെന്റൽ പ്രഷർ അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയുക ഒരു കൺട്രോളിങ് പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിന്റെ താഴേക്ക് പോകുമ്പോൾ ഒബ്വിയസ്ലി മനുഷ്യന്മാരൊക്കെ വിഷമിക്കും, കരഞ്ഞ് പുറത്തു പോകണമെന്ന് ഞാൻ വാശി പിടിച്ചു. നിങ്ങളല്ല, ഞാൻ അത് ഇല്ലാന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അങ്ങനെ പുറത്ത് പോകണമെന്ന് പറയുന്നവരെയൊക്കെ പുറത്തേക്ക് ഇറക്കി വിടാനാണെങ്കിൽ ആ വീട്ടിലുള്ള 80-85% ആൾക്കാരും പുറത്തു പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഈ സീസണിൽ മാത്രമല്ല, തുടങ്ങിയ 1ാമത്തെ സീസൺ തൊട്ട് ഈ പറയുന്ന 6ാമത്തെ സീസൺ വരെ പല കണ്ടസ്റ്റൻസും 80% കണ്ടസ്റ്റൻസും മലയാളത്തിൽ മാത്രമല്ല എല്ലാ ഭാഷകളിലും പറയുന്നുണ്ട്. അവരെയൊക്കെ ഇവർ പുറത്തിറക്കി വിടുവാണോ ചെയ്യുന്നത്? അല്ല. അപ്പം എന്തിനാണ് ഒരു സാറ്റർഡേ എപ്പിസോഡിൽ എന്നോട് അങ്ങനെ ഒരു പെരുമാറ്റം ഉണ്ടായത്? എന്തിനാണ്? എൻ്റെ മെന്റൽ സ്ട്രെങ്ത് മെഷർ ചെയ്യാനാണ്. അല്ലാതെ സിബിൻ എത്രത്തോളം മെന്റലി സ്ട്രോങ് ആണ് എന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം അവരുടെ സൈഡിൽ നിന്ന് അവർ ജസ്റ്റിഫിക്കേഷൻ അതായിരിക്കും. അത് അളക്കാനുള്ളൊരു ശ്രമമായിരുന്നു. ആ അളവ് ചിലപ്പോൾ ഒരു പരിധി അവർ പ്രതീക്ഷയിൽ നിന്ന് കൂടിപ്പോയി. അപ്പം ഞാൻ മെന്റലി ബ്രേക്ക് ഡൗൺ ആയിപ്പോയി. എനിക്ക് പുറത്തു പോകണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. അപ്പം അവരെന്നെ ഇമ്മീഡിയറ്റ്ലി പുറത്തിറക്കി വിടാനാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എല്ലാവരും പുറത്തിറക്കി വിടാമല്ലോ. ഈ റീസെന്റ് ആയിട്ട് ഒരു എക്സ് കണ്ടസ്റ്റന്റ് ഇപ്പം ഗബ്രി, പേര് പറയാം ഞാൻ. ഗബ്രി വന്നപ്പോൾ ഗബ്രിയും ഇടയ്ക്കിടയ്ക്ക് 13 പ്രാവശ്യം എന്തോ പുറത്തു പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഗബ്രി വിട്ടില്ല. ഈ പറയുന്ന ഇപ്പൊ അതിനകത്ത് നിന്ന് താരറാണിയൊക്കെ വാഴ്ത്തിക്കൊണ്ടിരിക്കാൻ ശ്രമിക്കുന്ന ജാസ്മിനെ കുറിച്ചാണെങ്കിൽ ഞാൻ അത് തന്നെ പറയും. പുള്ളിക്കാരത്തെയും പുറത്തു പോകണം എന്നല്ലേ പറയുന്നത്. എന്താ ഇറക്കി വിടാത്ത? എന്നോടാണോ ചോദിക്കേണ്ടത്? അല്ല, ചോദ്യം എന്താണ് ഇറക്കി വിടാത്തത്? ക്വസ്റ്റ്യൻ മാർക്ക് ജനങ്ങളോടാണ്. ഓക്കെ. അപ്പം ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ ഇറങ്ങി വന്നിട്ട് എപ്പിസോഡ് കണ്ടിട്ട് സിബിന് ആ ഒരു സമയത്തൊരു ട്രോമ എനിക്ക് വീണ്ടും എനിക്കൊരു ഓർമ്മ വരുന്നു എന്നൊരു കാര്യം ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കുന്നുണ്ടായി. വളരെ കാര്യമായിട്ട് സൂചിപ്പിച്ചു. ഓക്കെ. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ്? ട്രോമ എന്ന് പറയുന്നത് എന്താണ്? ട്രോമ എന്ന വാക്കിന്റെ അർത്ഥം മാനസിക രോഗം അല്ലെങ്കിൽ മാനസികമായുള്ള ബുദ്ധിമുട്ടെന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അല്ല. ട്രോമ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന ചില സാഹചര്യങ്ങൾ നമുക്ക് വീണ്ടും ഉണ്ടാവുമ്പോൾ നമ്മൾ ആ പഴയ ഒരു മെന്റൽ സ്റ്റേറ്റിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഞാൻ അവിടെ വളരെ കൃത്യമായും വ്യക്തമായും പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ എനിക്ക് ഇതിനു മുന്നേയും പലരെയും നഷ്ടപ്പെട്ടിട്ടുണ്ട്.